ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, വചനയാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ക്രിസ്തുനാഥൻ ജെറുസലേമിലേക്ക് പോകുന്നതാണ് സുവിശേഷത്തിൽ വായിക്കുക. ജെറുസലേം അവൻ്റെ തന്നെ മരണത്തിനായി കാത്തിരിക്കുന്ന സ്ഥലമാണ്. പ്രവാചകന്മാർ പ്രവചിച്ചതും അത് തന്നെയാണ്. മനുഷ്യപുത്രൻ ജെറുസലേം ഭവനത്തിൽ എത്തിച്ചേരുമ്പോൾ അവൻ ബലിയർപ്പിക്കപ്പെടുമെന്ന്. അവൻ തൻ്റെ ശിഷ്യന്മാരുമായി നടന്നു പോവുകയാണ്. ക്രിസ്തു മുന്നിൽ പോകുന്നു എന്നാണ് സുവിശേഷം പറഞ്ഞു വയ്ക്കുക. ക്രിസ്തുവാണ് അവരെ വഴി നടത്തുന്നത്. ഒരു നേതാവിനെ പോലെ ക്രിസ്തു അവരെ വഴി നടത്തുമ്പോൾ അവർ വിസ്മയിച്ചുവെന്നും അന്യയാത്ര ചെയ്തെന്നവർ ഭയപ്പെട്ടുമെന്നാണ് വായിച്ചു കേൾക്കുക. രണ്ട് മനോഭാവം, ഒന്ന് ഒരു അത്ഭുതം, രണ്ട് ഭയം. ഇത് അവരുടെ ജീവിതത്തിൽ ഉണ്ടായത് ക്രിസ്തുനാഥൻ വഴി നടത്തുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ സുരക്ഷിതമായ യാത്രയുടെ ക്രിസ്തുനാഥൻ കാണിച്ചു തരുന്ന അനുഗ്രഹത്തിൻ്റെ മേച്ചിൽപ്പുറങ്ങളുടെ വിസ്മയം. എന്നാൽ അവർ ഭയപ്പെട്ടിരുന്നത് ക്രിസ്തുനാഥൻ അവരോട് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെപ്പറ്റി പറഞ്ഞു തുടങ്ങിയപ്പോൾ അത് ഉൾക്കൊള്ളുവാനായിട്ട് അവർക്ക് സാധിക്കാതെ പോയതാണ്. അവർ ഏത് സ്ഥാനം വേണമെന്ന് പരസ്പരം മത്സരിച്ചു കൊണ്ടിരിക്കുന്നു. ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥാനം, അതിനുവേണ്ടി അവർ പിടിവലി കൂടുമ്പോൾ ക്രിസ്തു അവരോട് പറഞ്ഞു വയ്ക്കുക, ഏത് വിധേനയുള്ള മരണമാണ് അവന് സംഭവിക്കുകയെന്ന്. ഭൂമിയിലെ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ യുദ്ധം കൂടാതെ സ്വർഗരാജ്യത്തിന് വേണ്ടി നിങ്ങൾ നിരന്തരം പോരാടുവിൻ. ഇതാണ് ക്രിസ്തുനാഥൻ്റെ മനോഭാവം. ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കും, ഞാൻ സ്വീകരിക്കുന്ന സ്നാനം നിങ്ങൾ സ്വീകരിക്കും. എന്നാൽ എൻ്റെ വലത്തുവശത്തോ ഇടതുവശത്തോ ഇരിക്കാനുള്ള വരം തരേണ്ടത് ഞാനല്ല, അത് ആർക്ക് വേണ്ടി സജ്ജമാക്കപ്പെട്ടിരിക്കുന്നുവോ അവർക്കുള്ളതാണ്. ഇതാണ് ക്രിസ്തുവിൻ്റെ യഥാർത്ഥമായ നമ്മളോട് പറഞ്ഞു തരുവാനുള്ള അവൻ്റെ പാഠം. എല്ലാം സജ്ജമാക്കപ്പെട്ടിരിക്കുന്നു. അതിലേക്ക് പ്രവേശിക്കുവാനുള്ള യോഗ്യത നീ നേടിയിട്ടുണ്ടോ? മറിച്ച് നീ ക്രിസ്തുവിൻ്റെതാണെന്ന് പറഞ്ഞുകൊണ്ട് നീ പരസ്പരം പോരാടുകയാണോ, മത്സരിക്കുകയാണോ? നിന്റെ മനോഭാവം എന്താണ്? വിജാതിയർ പോലും അങ്ങനെ പെരുമാറുന്നുവെങ്കിൽ നമ്മൾ ഏത് രീതിയിൽ മാറണം? ക്രിസ്തുനാഥൻ പറഞ്ഞു തരിക, നിങ്ങൾ ശുശ്രൂഷകനായിരിക്കണം, നിങ്ങൾ മറ്റുള്ളവരുടെ ദാസനായിരിക്കണം. ശുശ്രൂഷ ചെയ്തുകൊണ്ട് മറ്റുള്ളവരെക്കാളും ഏറ്റവും എളിമയുടെ ഒരു തലം നിൽക്കുമ്പോഴാണ് ഈ ലോക ജീവിതത്തിൽ മുന്നേറണം, നേടിയെടുക്കണം, നേതാവാകണം, എല്ലാവരെയും കാൾ വിജയിക്കണമെന്ന മനോഭാവമല്ല. എല്ലാവർക്കും ശുശ്രൂഷ ചെയ്തുകൊണ്ട് എളിമയുടെ തലം പൂകി സ്വർഗരാജ്യം നീ പ്രവേശിക്കുക എന്ന് ക്രിസ്തുനാഥൻ വ്യക്തമായി നമ്മളോട് പറഞ്ഞു വയ്ക്കുന്നു. ഇന്നത്തെ ഒന്നാം വായനയിൽ പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞു വയ്ക്കുന്നതും കുഞ്ഞാടിൻ്റേത് പോലുള്ള ക്രിസ്തുവിൻ്റെ അമൂല്യ രക്തം കൊണ്ടാണ് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത്. എൻ്റെ ജീവിതത്തിൻ്റെ വിലയും മൂല്യവും അത് ക്രിസ്തുവിൻ്റെ രക്തം കൊണ്ട് ഞാൻ എന്നെ തന്നെ ദൈവം നേടിയെടുത്തതാണ്. ഇതാണ് നമ്മളുടെ മനോഭാവം ഉണ്ടാകേണ്ടത്. കർത്താവിൻ്റെ വചനം നിത്യവും നിലനിൽക്കുന്നുവെന്നും ആ വചനം തന്നെയാണ് നിങ്ങളോട് പ്രസംഗിക്കപ്പെട്ട സുവിശേഷമെന്നും പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞു വയ്ക്കുമ്പോൾ അനുദിനം വചനം വായിച്ചുകൊണ്ട് ക്രിസ്തുനാഥൻ നമ്മിൽ നിന്നും എന്താഗ്രഹിക്കുന്നുവെന്ന് കൂടെ തിരിച്ചറിയുവാൻ ഇന്നേ ദിവസം നമ്മൾ ഒരുങ്ങണം. അതിനുവേണ്ടി നമ്മൾ തയ്യാറാകണം. ഇന്ന് ആഗോള കത്തോലിക്ക സഭ കാൻറ്റർബറിയിലെ വിശുദ്ധ അഗസ്തീനെയാണ് അനുസ്മരിക്കുക. രാജാവിനെ പോലും ജ്ഞാനസ്നാനം മുക്കിയ ഒരു ക്രിസ്മസ് ദിനത്തിൽ രാജാവിനെയും വലിയൊരു ജനാവലിയെയും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് കൊണ്ടുവന്ന ഒരു തികഞ്ഞ സ്വാത്വികനായ ഒരു വിശുദ്ധൻ. നമുക്കും ക്രിസ്തുവിനെ ജീവിതത്തിൽ പേറിക്കൊണ്ട് മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് ആനയിക്കുന്ന, ജീവിക്കുന്ന സാക്ഷികളായി മാറാം. അങ്ങനെ ഈ ഭൂമിയിലെ സ്ഥാനമാനങ്ങൾക്കല്ല, എളിമയുടെ തലം സ്വീകരിച്ചുകൊണ്ട് സ്വർഗരാജ്യത്തിന് അവകാശികളായി നമുക്ക് മാറാം. ഈ ദിവസത്തിൻ്റെ എല്ലാവിധങ്ങളായ അനുഗ്രഹങ്ങളും ആശംസകളും നിങ്ങൾക്ക് നേരുന്നു. ആമേൻ.